ഇപ്പം ചേട്ടൻ പറയും കോമഡി ഉണ്ടാക്കാൻ പാടാണ്, ചെയ്യാൻ പാടാണെന്ന്. അപ്പം ഒരുപാട് പ്രേക്ഷകരെ ചിരിപ്പിച്ച എന്നും ഓർക്കുന്ന ഒരു പടമാണ് CID മൂസ. അപ്പോൾ നോർമലി എല്ലാ പടങ്ങളിലും രണ്ടാം ഭാഗം വരുമ്പോൾ അതിന് വേറൊരു വേഷം പോലെ ചെയ്യുന്ന സമയത്ത് മിക്ക പടങ്ങളും അങ്ങനെ വിജയിക്കാറില്ല. CID മൂസ 2 ഇപ്പോൾ വരാൻ പോകാമെന്നൊക്കെ പ്ലാനിങ് കേൾക്കുന്നു. അപ്പം അതിനെക്കുറിച്ച് അങ്ങനെ പേടിയുണ്ടോ? ആദ്യത്തെ പോലെ ഇത് വർക്കൗട്ട് ആകുമോ കോമഡി? അതിന്റെ വേറൊരു വശം പറഞ്ഞു. പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന സെക്കൻഡ് പാർട്ട് വരുന്നു എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തതാണ്. ഭയങ്കര പേടിയായിരുന്നു. കാരണം എന്താ വെച്ചാല് പഞ്ചാബി ഹൗസ് ജനങ്ങളുടെ മനസ്സിലുണ്ട്, വേൾഡ് മലയാളികളുടെ എല്ലാം മനസ്സിലുണ്ട് ആ സിനിമ. അത്രയെങ്കിലും ആവണം, അതിന്റെ മേളിലാണ് വരേണ്ടത്. അത്രയെങ്കിലും ആയില്ലെങ്കിൽ പഞ്ചാബി ഹൗസ് ആ മനസ്സിലുണ്ടായ എല്ലാ ഇത് പോകും. അപ്പൊ ഭയങ്കര പേടിച്ച് തന്നെ ചെയ്യണ്ട. അത് ഞാൻ മാത്രമല്ല, സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ എല്ലാം കറക്റ്റായിട്ട് കയറിയെങ്കിൽ മാത്രമേ ചെയ്യൂ. അതുകൊണ്ടാണ് അവർ ചെയ്യാത്തത്. അത് CID മ്യൂസിയം അങ്ങനെ തന്നെയാണ്. അതിന്റെ മേലേക്ക് വരണം, അതിനെ ഒപ്പമെങ്കിലും നിൽക്കണം. അപ്പൊ നമ്മളല്ലെങ്കിൽ അതൊന്നും ചെയ്തു വെച്ചിട്ട് പേര് വിളി പോകും. ചിലപ്പോൾ എന്താ പ്ലാനിങ് ഉണ്ടെന്ന് പറയുന്നു. ചേട്ടാ ഇപ്പൊ കണ്ടുവരുന്നത് സിനിമ ഇപ്പൊ 2024 സിനിമകളുടെ സുവർണകാലം എന്നാ പറയുന്നത്. നല്ലൊരു കോടികൾ സമ്പാദിക്കുന്നു. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു മാതൃക മലയാള സിനിമ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഉള്ളപ്പോൾ തന്നെ മലയാള സിനിമയിലെ ആക്ടേഴ്സിനെ പലപ്പോഴും ടാർഗറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് ഒരു വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ആക്ടേഴ്സിന്റെ മണ്ട ഇപ്പൊ മമ്മൂക്കയുടെ വിഷയം വരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇത് ആരൊക്കെയോ എന്തൊക്കെയോ സിനിമയെ തകർക്കാൻ, ഇൻഡസ്ട്രിയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? മമ്മൂക്ക പോലെ പുഴുവിന്റെ കേസിൽ മമ്മൂക്കയെ പോലൊരു ആക്ടറെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുക വിഷയം അറിയാമോ? ഞാനിപ്പോ പത്രം വരുത്തുന്ന ആളാണ്. ഞാൻ ഹെഡ്ലൈൻ വായിക്കും, എന്നിട്ട് ഞാൻ തീരുമാനിക്കുന്നത് ഞാൻ വായിക്കണമെന്നുള്ളത് ഡീറ്റെയിൽ. ഞാൻ അങ്ങനെ മാത്രമേ വായിക്കാറുള്ളൂ പത്രം. കാരണം എനിക്ക് ആവശ്യമുള്ള പത്രം ഞാൻ എടുക്കാറുള്ളൂ. അപ്പൊ എനിക്ക് ആവശ്യമില്ലാത്ത ഞാൻ എൻ്റെ ബ്രെയിനിൽ സൂക്ഷിക്കാറില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. നമുക്കൊരു മനുഷ്യന് 24 മണിക്കൂറാണ് ഒരു ദിവസം കിട്ടുന്നത്. ആവശ്യമില്ലാത്ത ഒന്നും ഞാൻ ചിന്തിക്കാറില്ല, സംസാരിക്കാറില്ല, സൂക്ഷിക്കാറുമില്ല. സംസാരിച്ചോട്ടെ, ആവശ്യമില്ലാത്ത സംസാരിക്കാതിരിക്കുക അല്ലേ? നമുക്കല്ലാതെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. മലയാള സിനിമയെ സംരക്ഷിക്കാൻ എല്ലാവരും നോക്കണ്ട അല്ലേ? അതല്ലേ പറഞ്ഞത്? എന്റെ മറുപടി അത്ര